ഹലോ ഗായ്സ്, അങ്ങനെ പറശ്ശിനിക്കടവ് തൊഴുതിന് ശേഷം നേരെ ഞങ്ങൾ മാപ്പൊക്കെ ഇട്ട് പ്രസാദ് മാമൻ്റെ വീട്ടിലോട്ടാണ് യാത്ര. വീട്ടിൽ ചെന്ന പാടെ തന്നെ എൻ്റെ കണ്ണ് ഫസ്റ്റ് കൊളുത്തിയത് ഈ കാണുന്ന പെയിൻറ്റിങ്സിലൊക്കെയാണ്. എന്ത് രസമല്ലേ! ഹാളിൽ ഫുള്ള് ഇതുപോലത്തെ പെയിൻറ്റിങ്സ് വെച്ച് സെറ്റ് ചെയ്തേക്കുക. ഇതൊക്കെ ഹാളിലുള്ള പെയിൻറ്റിങ്സാണ്. ചേച്ചി ഇത് മാത്രമൊന്നും അല്ലയെന്നും പറഞ്ഞിട്ട് കുഞ്ഞൻ കുറേ ഫോട്ടോസ് വരച്ച് വെച്ചത് അതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊന്നും ഫ്രെയിമല്ല, ചേച്ചി വരച്ചിട്ട് അത് ഫ്രെയിം ചെയ്തതാണ്. അടിപൊളിയല്ലേ! ഇതാരാന്നറിയോ? ഈ ഇരിക്കുന്നതാണ് കക്ഷി. ഞങ്ങളുടെ പ്രസാദ് മാമൻ്റെ മൂത്ത കൊച്ചാണിത്. അപ്പോൾ ഇത് അമ്മമ്മയാണ്. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ്, അതായത് ലൈഫിലുള്ള ഒറിജിനൽ ക്യാരക്ടേഴ്സിനെ തന്നെയാണ് കുറേ വരച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇവരൊരിടക്ക് ഇതുപോലെ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ട് ചിലപ്പോഴൊക്കെ സെല്ല് ചെയ്യാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നത് കേട്ടു. പക്ഷെ അങ്ങനെ അധികം അങ്ങനെ മേടിച്ചില്ല. അമ്പലങ്ങളിലായിരുന്നു, ഉത്സവ സമയത്തൊക്കെയാണ് വെച്ചത്. പക്ഷേ എൻ്റെ ഒരു അറിവിൽ ഇതൊരു കഴിവ് തന്നെയാണ്. വരയ്ക്കുക എന്ന് പറഞ്ഞത് എന്നെ കൊണ്ടൊന്ന് കൂട്ടുന്ന പരിപാടിയല്ല. എനിക്ക് ക്ഷമ എന്ന് പറഞ്ഞ സാധനം എൻ്റെ അടുത്തേ കൂടിയേ പോയിട്ടില്ല. ഇതൊക്കെ നല്ല ക്ഷമയോടെ വരക്കേണ്ട സാധനമല്ലേ. എന്ത് രസമാണ് നോക്കി, ആ ഷെയ്ഡിങ്ങും ആ ഫിനിഷിങ്ങും ഒക്കെ അടിപൊളി, ഒന്നും പറയാനല്ല അല്ലേ. ഇതുപോലെ ഇത്ര നല്ല കഴിവുള്ള നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ മെൻഷൻ ചെയ്യുക ഗൈസ്. സൂഫി കമ്മൽ നോക്കിയ ഗൈസ്, എന്ത് രസമല്ലേ കാണാനായിട്ട് വരച്ചേക്കണേ. ഇനി ഇതിൻ്റെ ആർട്ടിസ്റ്റിനെ കാണണ്ടേ? ഇതാണ് പുള്ളിക്കാരത്തി, ഞങ്ങളുടെ വിദ്യേച്ചി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.